ദാ നമ്മുടെ പ്രോജക്റ്റിന്റെ ഡെവലപ്മെന്റ്സ് അറിയാൻ ജയൻസിന്ന് വിളിക്കുന്നത്. ഹലോ. ഹലോ പവൻ സാർ, ഞാൻ മൂർത്തിയാ. യെസ്, പറയൂ സർ. ഞാൻ വിളിച്ചതേ നമ്മുടെ പ്രോജക്റ്റ് എവിടെ വരെ ആയി എന്നറിയാനാ. മനസ്സിലായി സർ. കാര്യങ്ങൾ വളരെ ഫാസ്റ്റായി മൂവ് ചെയ്യുന്നുണ്ട്. സ്റ്റോറി ബോർഡ് ഫൈനൽ ഫ്രെയിമിലായി. ഇനി ആർട്ടിസ്റ്റുകളെ കൂടി ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ഉടനെ ഷൂട്ടിലേക്ക് പോവാം. ഓക്കെ, വെൽ. ആ പവൻ, ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആ പറയൂ സർ. എന്താ സർ? സിദ്ധാർത്ഥ, എടോ സിദ്ധാർത്ഥ, താനിത് റെഡിയായില്ലേ ഭായ്? 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ തന്നെ അമ്പിളിയമ്മയോട് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇനിയും സമയമുണ്ടല്ലോ. എനിക്കൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്താൽ മതി. തായിരിക്കെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ അതോട് പറയാം. കുടിയും കടിയൊക്കെ പിന്നെ ആവാടോ. താൻ പോയി വേഗം റെഡി ആയിട്ട് വാ. പറഞ്ഞ സമയത്ത് നമ്മളവിടെ എത്തിയില്ലെങ്കിലേ പിന്നെ പെണ്ണുമ്പിള്ളയുടെ കെട്ട വർത്താനം മുഴുവൻ കേൾക്കേണ്ടി വരും. ഞാനിപ്പോ വരാം. തായിരിക്കെ. ബഷീർ വന്നു. 11 മണിക്കാ രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നേ. തന്നെയും കൂടി ഒപ്പം കൂട്ടണോന്ന് വിചാരിച്ചതാ. ഞാൻ വരുന്നില്ല, നിങ്ങൾ മാത്രം പോയാ മതി. അതാ നല്ലത്. അമ്പിളിയമ്മയ്ക്ക് നമ്മളായിട്ട് എന്തിനാ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? ക്ഷമയോടെ. രാവിലെ പുറത്തെവിടെ പോയിന്ന് തോന്നുന്നു. എല്ലാം കഴിഞ്ഞിട്ടവരോട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ രണ്ടാൾക്ക് നല്ല വിഷമമാവും. ഞാൻ പോയിട്ട് വരാടോ. നമ്മൾ ചെയ്യുന്നത് തെറ്റൊന്നുമല്ലല്ലോ. മക്കളെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയല്ലേ അവരറിയിക്കാതിരിക്കുന്നത്, അല്ലേടോ? പോയിട്ട് വരാം. പോവാം. ഒന്ന് നോക്കി നടക്കണ്ടേ പെങ്ങളെ? രാവിലെ നമുക്ക് പണിയുണ്ടാക്കല്ലേ. ക്ഷമ. എന്ത് പോക്കാ മാഷ് ഇത്? പരിചയക്കാരെ കണ്ട് മിനിമം ഒന്ന് ചിരിക്കെങ്കിലും ചെയ്തൂടെ? സോറി ക്രിസ്റ്റി, ഞാൻ ശ്രദ്ധിച്ചില്ല. വേറെന്തോ ആലോചിച്ച് നടക്കായിരുന്നു. അത് കണ്ടപ്പോഴേ തോന്നി ആളെ ഈ ലോകത്തൊന്നും അല്ലെന്ന്. ഓരോ നൂർത്ത് വീട്ടിൽ ഇരുന്ന് ഭ്രാന്ത് പിടിച്ചപ്പോ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അതേതായാലും നന്നായി. അല്ല, ക്ഷമയുടെ ജോലിയുടെ കാര്യം എന്തായി? പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? സോറി, ഞാൻ ചോദിച്ചത് വിഷമായോ? ഏയ്, അതൊന്നും ശരിയാവില്ല ക്രിസ്റ്റി. ആരും അതിനിടയിൽ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ കളികൾക്ക് ഇനിയും നമ്മൾ നിന്ന് കൊടുക്കണമെന്നാണ് ആലോചിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ശമ്പളം കൊണ്ട് താൻ ജീവിക്കുമെന്ന് ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ.
അത്യാവശ്യം ബിസിനസിന്റെ ABCDയും മാർക്കറ്റിംഗ് ട്രിക്സ് ഒക്കെ അറിയുന്ന തന്നെ പോലെ മെഡിക്കോ ഒരാൾക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ബിസിനസിനെ കുറിച്ച് ആലോചിച്ചൂടാ? ഹാ, കൊള്ളാം, നല്ല കഥയായി. ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥയെ പറ്റി അറിഞ്ഞിട്ടാണോ ക്രിസ്റ്റി പറയുന്നത്? ഒരുത്തി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി ആകെ പൊളിഞ്ഞ് പാളീസായി. അതിന്റെ ബാധ്യത എങ്ങനെ തീർക്കുന്ന വീട്ടുകാരുടെ ഇപ്പോഴത്തെ ടെൻഷൻ. അതിന്റെ കൂടെ ഇനി ഞാനും ബിസിനസ് എന്ന് പറഞ്ഞിറങ്ങാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കി ചെയ്യുന്ന ബിസിനസിനെ പറ്റിയല്ല ഞാൻ ഈ പറഞ്ഞത്. സ്വന്തം ബുദ്ധിയും സാമർഥ്യവും മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് വിജയത്തിൽ എത്തിക്കാൻ പറ്റുന്ന എത്രയോ ബിസിനസ്സുകളുണ്ട് ഇപ്പം. ഓൺലൈൻ പ്ലാറ്റ്ഫോം പോലും ഇപ്പം വളരെ വലിയ സാധ്യതയാണ്. എത്ര പേരാ വീട്ടിലിരുന്ന് കാശുണ്ടാക്കുന്നത്? ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ ക്ഷമയ്ക്ക് തുടങ്ങാൻ പറ്റിയ ഏതെങ്കിലും ഒരു ബിസിനസ് തലയിൽ ഉദിക്കാതിരിക്കില്ല. വല്ലവരുടെ മുന്നിൽ ജോലിക്കായി തലചൊറിഞ്ഞ് നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ നമ്മുടെ തന്നെ ബോസായി മാറുന്നത്? ഒന്നുമില്ലേലും ആരുടെ അടിമയാകണ്ടല്ലോ. ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോട്ടലിലെ മുതലാളി ആവശ്യമില്ലാതൊന്ന് ചൊറിഞ്ഞപ്പോ പോടാ പുലയെന്നും പറഞ്ഞ് ഇറങ്ങി പോന്നിട്ട് സ്വന്തം നിലയ്ക്ക് ഒരു കാറ്ററിംഗ് ബിസിനസ് തുടങ്ങിയതാ ഞാൻ. അത്യാവശ്യം നല്ല രീതിക്ക് ജീവിക്കാനും ഇത്തിരിയൊക്കെ മിച്ചം പിടിക്കാനും എനിക്ക് ഇതുകൊണ്ട് കഴിയുന്നുണ്ട്. എനിക്കിതിന് പറ്റുന്നുണ്ടെങ്കിൽ ക്ഷമയെ പോലെ ആവശ്യത്തിലധികം ബ്രില്യൻസും ടാലന്റും ഉള്ള ഒരാൾക്ക് എന്തുകൊണ്ട് പറ്റില്ല? നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച സമയം പാഴാക്കാതെ നേടാനുള്ളതിനെ കുറിച്ച് ആലോചിച്ചോണം ഇനി നടക്കാൻ. ഓക്കെ, എന്നാ ശരി. നേരെ ഇത്രയായിട്ടും അവരെ കാണുന്നില്ലല്ലോ മോനെ. ഇനി ആ ബഷീറിനെ സിദ്ധാർത്ഥം പറഞ്ഞ് പറ്റിച്ചോ? സിദ്ധാർത്ഥൻ അങ്കിൾ അങ്ങനെ ആരെ പറഞ്ഞു പറ്റിക്കുന്ന ആളല്ല അമ്മേ. പിന്നെ അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്? അയാൾ ഏത് വകയിലാടാ നിന്റെ അങ്കിളാവുന്നേ? ഒരു അങ്കിളുകാരൻ വന്നിരിക്കുന്നു. ഈ തൊള്ളക്ക് എന്നിട്ട് കേടാ കെട്ടാ പൊണ്ണ് പെണ്ണിന്റെ അച്ഛനെ കയറി അളയെന്ന് വിളിക്കാൻ പറ്റും? ഞാൻ അങ്കിളെന്ന് വിളിക്കും. എന്താണ് നിന്ന് പുറകുറുക്കുന്നത്? ചെക്ക കച്ചേരിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഒറ്റ വീക്ക് വെച്ചെന്നാണ്ടല്ലോ. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ, എന്നോട് മിണ്ടണ്ട. എന്താ ബഷീറേ, ഒരു സമയം പറഞ്ഞാ പറഞ്ഞതായിരിക്കണ്ടേ? ബാക്കിയുള്ളവർ കാത്തു നിന്ന് കാലിൽ വേര് മുളച്ചു. അതിന് ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ. പറഞ്ഞ സമയം ആവുന്നതല്ലേ ഉള്ളൂ. ആ രജിസ്റ്റർ എത്തിയോ? അങ്ങേരെ എപ്പോഴേ എത്തി. അയാൾക്ക് അത്യാവശ്യമായിട്ട് എവിടെ പോണോന്ന് പറഞ്ഞ് ധൃതി കൂട്ടി നിൽക്കുക. പിന്നെ ഞാനുമായിട്ടുള്ള പരിചയത്തിന്റെ പുറത്ത് പിടിച്ചു നിർത്തിയേക്ക. എല്ലാം നേരെ ചൊവ്വേ വായിച്ചു നോക്കി ഒപ്പിട്ടാ മതിയെന്ന് പറയണം തന്റെ കൂട്ടുകാരനോട്. ഒടുക്കം പ്രമാണം ചീട്ടാക്കിയിട്ട് പിന്നെ അത് പറ്റില്ല ഇതും കൂടി വേണം എന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനെ ഉണ്ടാവില്ലെന്നേ. നമ്മളൊക്കെ ഇത് എത്ര കണ്ടതാമ്പിളിയമ്മേ. നിങ്ങള് വാ. അങ്ങളെ ദയെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ഞാനാ ഇയാളോട് കാശ് വല്ലാണോ കടം ചോദിച്ചത്? ഓ, ചോദിച്ച ഇഷ്ടപ്പെട്ടാണില്ല, വേണ്ടായിരുന്നു. രണ്ടു കൂട്ടരും എല്ലാം വായിച്ചു ബോധ്യപ്പെട്ടതാണല്ലോ അല്ലേ? അതെ സാർ. എന്നാ ഒപ്പിട്ടുള്ളൂ. ഇവിടെ ഇനി രണ്ടാം കൃഷി. ഇങ്ങനെ പോയാൽ ഈ പഞ്ചായത്ത് മുഴുവൻ നിങ്ങൾ വാങ്ങിക്കിട്ടുമല്ലോ അമ്പളയമ്മേ. ഈ വർഷം ഇത് എത്രാമത്തെയാ? ഒന്ന് പോ സാറേ, കണ്ണുവെക്കാതെ. ഈ പാവത്തുങ്ങളും ഒന്ന് ജീവിച്ചു പോട്ടെ. ഓ, പ്രമാണ ഒരാഴ്ചക്കുള്ള റെഡിയാവും. ഇനിയിപ്പോ കൈമാറ്റ ചടങ്ങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവാം. മോഹനനുണ്ണി, പറഞ്ഞ എമൗണ്ട് മുഴുവനുണ്ട് ബഷീറെ. ദാമ്പിളിയമ്മേ, അങ്ങളെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117,
അങ്കിളിനോട് തനിച്ചൊന്ന് സംസാരിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. എന്താ കാര്യം? അത് പിന്നെ ദയയുടെ കാര്യം. അമ്മയും ശ്രീലത ആന്റിയും തമ്മിലുള്ള വഴക്കൊന്നും അങ്കിള് കാര്യാക്കണ്ട. എനിക്കിപ്പോഴും ദയയെ തന്നെ കല്യാണം കഴിക്കണം എന്നാ. കേട്ടോ മോഹനുണ്ണി, നമുക്ക് ആ വിഷയം ഇനി സംസാരിക്കണ്ട. തന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു എന്നുള്ളത് സത്യ. പക്ഷേ ഞാനത് ഇങ്ങനെയായി തീരുമെന്ന് കരുതിയില്ല. തുറന്നു പറയാലോ അങ്കിളെ, എന്റെ അമ്മയുടെ സ്വഭാവേ മഹാലംബ. കാശ് എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ. പോരാത്തതിന് മുടിഞ്ഞ പൊങ്ങച്ചോ. ഈ കച്ചവടത്തിൽ അങ്കിളിന് ശരിക്കും നഷ്ടം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അങ്കിള് വിഷമിക്കണ്ട. ഇപ്പൊ സംഭവിച്ച നഷ്ടം നികത്താനുള്ള വഴി എന്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് നടത്തിയെടുക്കാൻ അങ്കിളും കൂടി ഒന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രം. വേണ്ടടോ, താനും തന്റെ അമ്മയും ഇതുവരെ ചെയ്തു തന്ന സഹായങ്ങൾ തന്നെ ധാരാളം. അയ്യോ, അങ്ങനെ പറയില്ല അങ്കിള്. ദയക്കുട്ടിയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ. ഇനി അഥവാ അമ്മ സമ്മതിച്ചില്ലെങ്കിൽ കൂടി ദയ ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്തോളാം. പിന്നെ അമ്മക്കെതിരെ പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ദയയുടെ അവളുടെ വീട്ടുകാരുടെ സമ്മതം മാത്രം മതി. മോഹനുണ്ണി, താനാള് പാവമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മകളോട് തനിക്കുള്ള ഇഷ്ടം ഒരു അവസരമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നവനല്ല ഞാൻ. അയ്യോ, ഞാൻ അങ്ങനെ അത് മാത്രമല്ല, ദയക്ക് ഈ ബന്ധത്തിൽ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് താൻ ഈ കാര്യം അങ്ങ് മറന്നേക്കാം. അതാ നല്ലത്. ഇനി ഈ കാര്യം പറഞ്ഞ് താൻ എന്നെ ശല്യം ചെയ്യാൻ വരരുത്. പൊയ്ക്കോ. എന്നോട് സംസാരിക്കുന്നത് കണ്ട പിന്നെ അമ്പിളി അമ്മക്ക് ഹാലെടുക്കാൻ അത് മതി. താ ചെല്ല്. ഞാൻ പോവൂലോ. ചെല്ലടോ. Daya, come to my cabin. Sir. വരൂ. എന്താ സർ വിളിച്ചത്? പറയാം. ദയ ഇരിക്കെ. എന്താ ദയ, നമ്മൾ തമ്മിലുള്ള ഡീലിനെ കുറിച്ച് ഡെയിലി ഞാൻ ഓർമ്മിപ്പിച്ചാലേ ദയ അത് ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ? അതോ പവൻ മാധവ് എന്ന ചെയർമാനുമായി ഡയറക്റ്റ് ആക്സസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ടെന്ന് തോന്നിയോ? സർ പ്ലീസ്, ഞാൻ അങ്ങനൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ താൻ എന്താ ഇവിടെ നടക്കുന്നു എന്നെ അപ്ഡേറ്റ് ചെയ്യാത്തത്? JC വേണ്ടി പ്രിപ്പയർ ചെയ്ത സ്റ്റോറി ലൈനിൽ എന്തൊക്കെ അഴിച്ചുപണിയുണ്ടെന്ന് കേട്ടല്ലോ. സ്റ്റോറി ലൈൻ തന്നെയല്ലേ? അപ്പൊ ചേട്ടായി അതേക്കുറിച്ച് എന്തെങ്കിലും തന്നോട് സൂചിപ്പിച്ചു കാണുമല്ലോ? ഇല്ല സർ, എന്നോട് പവൻ സാർ അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും സൂചിപ്പിച്ചില്ല. രാവിലെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചത് സ്റ്റോറിക്ക് പറ്റിയ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്ന കാര്യം പറയാനാ. എനിക്ക് അത്തരം കാര്യങ്ങളിലൊന്നും വലിയ എക്സ്പീരിയൻസ് ഇല്ലെന്ന് ഞാൻ പവൻ സാറിനോട് പറയുകയും ചെയ്തു. പിന്നെ എന്തൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു തന്റെ ചെയർമാൻ? ഇല്ല സർ, കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പൊ സാറിനൊരു കോള് വന്നു. JC നിന്നാണെന്നാ പറഞ്ഞത്. പക്ഷെ ആ ഫോണ് കട്ടായി കഴിഞ്ഞപ്പോ സാർ എന്തോ ഡിസ്റ്റർബ്ഡ് ആയതുപോലെ തോന്നി. ഒന്നും പറയാതെ സാർ അപ്പൊ തന്നെ ക്യാബിനിൽ നിന്ന് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ചേട്ടായി തന്നെ വിളിച്ചിരുന്നോ? ഇല്ല സർ, ഇതുവരെ വിളിച്ചില്ല. എക്സ്ക്യൂസ് മീ സർ. യെസ്, കം ഇൻ. സർ, പവൻ സാർ ഇപ്പൊ വിളിച്ചിരുന്നു. എന്താ മാറ്റർ? മീര പറഞ്ഞോളൂ. സർ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. JC വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന ആട് സമീറ സൗമ്യയെ വെച്ച് ഷൂട്ട് ചെയ്യണമെന്നാ അവരിപ്പോ പറയുന്നത്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള തീരുമാനമാണെന്ന്. മൈ ഗോഡ്, സമീറയെ വെച്ചോ? ആരാണ് സർ ഈ സമീറ? ദേ പോയിക്കോളൂ. ചേട്ടായി വേറൊന്നും പറഞ്ഞില്ലേ മീരയോട്? ഇല്ല സർ, ഈ വിവരം സാറിനെ അറിയിക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ഓൾ. അപ്പൊ ശരിക്കും സമീർ ആരാന്ന് കുട്ടിക്ക് അറിയത്തേയില്ല? ഇല്ല. ബെസ്റ്റ്. വർക്ക് ചെയ്യുന്ന അഡ്വർടൈസിംഗ് കമ്പനിയിൽ, എന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മോഡലിനെ കുറിച്ച് അറിയത്തുമില്ല. എന്റെ കുട്ടി
ഇത് എന്നോട് പറഞ്ഞത് കൊള്ളാം. ഇവിടെ വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിലേ എല്ലാരും കൂടെ കുട്ടിയെ കളിയാക്കി കൊന്നേനെ. എനിക്കറിയാത്തോണ്ടല്ലേ ചോദിച്ചത്. അവരത്രയ്ക്ക് വലിയ ആളാ? വലിയ ആളാണെന്നോ? കൊള്ളാം. സമീറ സ്വാമി എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ മോഡലല്ലേ. അവരെ വെച്ച് പരസ്യം ചെയ്യാൻ വേണ്ടി ക്ലയൻസും കമ്പനിയും ഒക്കെ ക്യൂ നിൽക്കുക. അല്ല ദേ ഇപ്പൊ എന്തിനാ അവരെ പറ്റി ചോദിക്കാൻ കാരണം? ജയാൻസിക്ക് വേണ്ടിയുള്ള നമ്മുടെ ആഡ് അവരെ വെച്ചാ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മീര മാഡം നവീൻ സാറിനോട് പറയുന്നത് ഞാൻ കേട്ടു. നേരാണോ ദയാ? സമീറ നമ്മുടെ കമ്പനിയിൽ തിരിച്ചു വരുവാണോ? താര് ശരിക്കും കേട്ടോ? അതേന്നേ, അവരെ വെച്ച് തന്നെ ആഡ് ഷൂട്ട് ചെയ്യണമെന്നാ ഏജൻസിയുടെ ഡിമാൻഡ്. അടിപൊളി. അപ്പൊ ഇവിടെ പലത് നടക്കും. വെറുതെ അല്ല നവമി മാഡം ആകെ പ്രാന്ത് പിടിച്ച് നടക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ പലരുടെയും പിരിവെട്ടി പോവുമല്ലോ. അതെന്താ, അവരത്രയ്ക്ക് പ്രശ്നക്കാരിയാണോ ജഗുചേട്ടാ? എന്റെ കുട്ടി, ഈ സമീറ സ്വാമി ശരിക്കും ക്ലച്ച് പിടിക്കുന്നതേ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നാ. ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിനിടയില് പവൻ സാർ എടുത്ത ഫോട്ടോസ് കണ്ടിട്ടാ അശോക് മാധവ് സാർ അവരെ കാസ്റ്റ് ചെയ്യുന്നു. ആദ്യം ഒരു ലോക്കൽ ജോലിയുടെ പരസ്യം. പക്ഷെ ആ കൊച്ചിന്റെ ഭാഗ്യം കൊണ്ട് ആ പരസ്യം കയറി അങ്ങ് കൊളുത്തി. ഈ വൈറലാവാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഹിറ്റ്. അതോടുകൂടി ആ കൊച്ചിന്റെ തലവരെ തെളിഞ്ഞു എന്ന് പറഞ്ഞാ മതിയല്ലോ. അത് മാത്രമല്ല, ഈ പെങ്കൊച്ചിനെയും നമ്മുടെ പവൻ സാറിനെയും ചേർത്ത് ചില കഥകളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഥകളോ? എന്ത് കഥ? അതെ, ഈ സമീറയും നമ്മുടെ പവൻ സാറും തമ്മിൽ ഭയങ്കര ലൈനായിരുന്നു. പവൻ സാറുമായിട്ടോ? അതേന്നെ. അന്ന് ഏഞ്ചൽ മറിയായിരുന്നു ആ റിലേഷന്റെ ഹംസം. പിന്നീട് അശോക് സാറ് ഏഞ്ചലും തമ്മിൽ തെറ്റി. അങ്ങനെ സമീറെ ഏഞ്ചൽ തന്റെ കമ്പനിയിലേക്ക് അങ്ങ് വലിച്ചു. പക്ഷെ അപ്പോഴും പവൻ സാറും സമീറും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും അവര് തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട്. നവമി മാഡം പറഞ്ഞത് ഈ സമീറ പവൻ സാറിനെ തേച്ചിട്ട് പോയെന്നാ. എന്നിട്ട് വേറെ ഏതോ പണച്ചാക്കനെ വലവീശി പിടിച്ചെന്നു. ഉള്ളതാണോ കള്ളത്തരമാണോ എന്ന് ആർക്കറിയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, സമീറയാണ് മോഡലായിട്ട് വരുന്നെങ്കിൽ ഇവിടെ പലത് നടക്കും. ചിലപ്പോ മുരടിച്ചു പോയ ലവ് ട്രാക്ക് പിന്നെയും പുഷ്പിക്കുമായിരിക്കും. പുഷ്പിക്കുന്നെങ്കിൽ പുഷ്പിക്കട്ടെ, പാവങ്ങള് അല്ലേ? പിന്നെ ഇതൊക്കെ ഞാൻ തന്നോടായതുകൊണ്ട് പറയുക, ഇതിനെക്കുറിച്ച് വേറെ ആരോടും പോയി ചോദിക്കരുത്. നമ്മുടെ പണി പോവും, പ്ലീസ്. അറിയില്ല, ആരെ കാണാനുണ്ടെന്ന് പറഞ്ഞ ബഷീറിനൊപ്പം പോയതാ. നീ എവിടെയായിരുന്നു ഇതുവരെ? എത്രയെന്ന് പറഞ്ഞാ ഇവിടെ ഇങ്ങനെ അടച്ചുമൂടിയിരിക്കുന്നത്? കുറച്ചുനേരം വെറുതെ ഇറങ്ങി നടന്നു. തലയ്ക്കകത്ത് ഇത്തിരി കാറ്റും വെളിച്ചമൊക്കെ കയറട്ടെ എന്ന് വെച്ചു. അത് വെറുതെ ആയില്ലാന്ന് ഇപ്പൊ തോന്നുന്നു. കേട്ടോമ്മേ, ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അച്ഛനോടും അമ്മയോടും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാന്ന് വിചാരിച്ചിരിക്കുക. അച്ഛനും കൂടി വന്നിട്ട് പറയാന്ന് കരുതിയതാ. ഇനിയിപ്പോ അമ്മയോട് പറയാം. കൊള്ളാൻ തോന്നുന്നുണ്ടെങ്കിൽ അമ്മ തന്നെ അത് അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി. നീ കാര്യം എന്താന്ന് പറ ആദ്യം. എന്തായാലും ഒരു കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞമ്മേ, ഇനി ഞാൻ ഡ്രീംസിലേക്കില്ല. ഞാൻ തെറ്റുകാരിയല്ലെന്നും എന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് കമ്പനി എന്നെ തിരിച്ചു വിളിക്കൂന്നുമൊക്കെ ഇത്രയും നാളും പ്രതീക്ഷിച്ചിരുന്നത് വെറുതെ ആയി. എന്തായാലും ഇനി ആരുടെ മുമ്പിൽ പോയി കരയാനോ കാലു പിടിക്കാനോ ഒന്നും ഞാനില്ല. എന്നെ വേണ്ടാത്തവരെ എനിക്ക് തീരെയും വേണ്ട. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? വേറെ എവിടെയെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യണുണ്ടോ? അതുമില്ല. ഡ്രീംസ് പോലൊരു കമ്പനിയിൽ നിന്ന് മാൽ പ്രാക്ടീസിന് പുറത്താക്കിയ ഒരാളെ അത്ര പെട്ടെന്നൊന്നും വേറെ ആരും ജോലിക്ക് എടുക്കില്ല. വെറുതെ അപ്ലൈ ചെയ്ത് നാണം കെടാനും ഞാനില്ല. പിന്നെന്താ നീ മനസ്സിൽ കണ്ടേക്കുന്നേ? സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ഞാൻ. അമ്മ പേടിക്കണ്ട, ഇത് ദയ ചെയ്ത പോലെ പൊട്ടത്തരൊന്നുമല്ല. എന്റെ കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ബിസിനസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോ തുടക്കത്തിലെ വലിയ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. ഓർഡർ അനുസരിച്ചുള്ള പർച്ചേസ് മതി.
ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോ എന്താ നീ ഉദ്ദേശിക്കുന്നത്? ലേഡീസിനായുള്ള ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോർ റൂം, ഫാഷൻ, കോസ്മെറ്റിക്സ്, ഫാൻസി, അങ്ങനെ എല്ലാ വിഭാഗത്തിന്റെയും ഒരു കളക്ഷൻ സെന്റർ. ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ സപ്ലൈ ചെയ്യും. 1-2 ഡെലിവറി ബോയ്സിനെ വെക്കേണ്ടി വരും. സ്റ്റോർ റൂമായിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റൈൽസ് തന്നെ ഉപയോഗിക്കാം.